ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഇന്നത്തേതൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ എടുത്ത ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ ഇൻകംപ്ലീറ്റ് ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിൽ കംപ്ലീറ്റ് ആയിട്ട് ഷൂട്ട് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നു, നടക്കുമെന്നറിയില്ല. അപ്പോൾ അതാ ഇന്നലെ ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഞാൻ ചപ്പാത്തി എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ അപ്പോൾ ചപ്പാത്തിയും ന്യൂട്ടല്ലിയുമാണ്. ഒരു ചപ്പാത്തീൻ്റെ പാക്കറ്റ് പൊട്ടിക്കാൻ ഇത്രയും കഷ്ടപ്പാടുണ്ടോയെന്ന് എൻ്റെ ഫേസിലെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവുമല്ലോ. പക്ഷേ ഉണ്ട് കേട്ടോ, അത് നല്ല സ്ട്രോങ് ആണ്. അപ്പം ഇത്തിരി ഫോഴ്സ് എടുക്കണം. പിന്നെ ഞാനിതാ എന്തൊക്കെയോ എക്സ്പ്രഷൻ ഇട്ട് മരിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആശീർവാദ് ആട്ടപ്പൊടി കൊണ്ടുണ്ടാക്കിയ ചപ്പാത്തിയല്ല, എൻ്റെ ഓഫീസിലെ ഏതോ ആട്ടപ്പൊടി കൊണ്ടുണ്ടാക്കിയ ചപ്പാത്തിയാണ്. കണ്ടോ ഇത് പൊന്തി വരുന്നത്? അത് പൊന്തി വരുന്ന ഭംഗിയും നോക്കി വീഡിയോ എടുത്ത് നിന്നപ്പോഴത്തേക്ക് ചപ്പാത്തി കരിഞ്ഞു പോയി. അങ്ങനെ എൻ്റെ സോഫ്റ്റ് ചപ്പാത്തിയും ന്യൂട്ടല്ലിയും കൂട്ടിയിട്ട് ഞാൻ ചായ കുടിക്കാൻ പോവാണ്. ഈ സാറ്റർഡേ സൺഡേ ഒക്കെ ചായ കുടിക്കുമ്പം അല്ലെങ്കിൽ ഫുഡ് കഴിക്കുമ്പോൾ ഒക്കെ എനിക്ക് യൂട്യൂബിൽ വീഡിയോ ഒക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് പതിയെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പം ചായ കുടിച്ചിട്ട് കാണാം. 2 ദിവസം മുമ്പാണ് ഞാൻ റൂമൊക്കെ ക്ലീൻ ചെയ്തത്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അടിച്ച് വരാനേ ഉണ്ടായുള്ളൂ. പിന്നെ ഡ്രസ്സ് അലക്കാനൊക്കെ ആണെങ്കിൽ ഇന്നലെ വൈകുന്നേരം തന്നെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ആദ്യം തന്നെ ചോറ് അടുപ്പത്ത് വെച്ചു. ആ വിസിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് ഓർമ്മ വന്നത് കറി വെക്കാനൊന്നുമില്ലാന്ന്. പിന്നെ ഒന്നും നോക്കില്ല, അപ്പം തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതാ സ്വരാജ് ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നു. ഇതാണ് കേട്ടോ എൻ്റെ ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുന്ന മെയിൻ സ്പോട്ട്. ഇതൊരു മലയാളീസിൻ്റെയാണ്. പക്ഷേ പച്ചക്കറികളൊന്നും ഞാൻ അവിടെ നിന്ന് വാങ്ങാറില്ല. അവിടെ പച്ചക്കറിക്കൊക്കെ ഒടുക്കത്തെ റേറ്റ്. അതുകൊണ്ട് ഞാൻ പുറത്തൊരു ഉന്തുവണ്ടി ഉണ്ട്, അതിൽ നിന്നാണ് പച്ചക്കറിയൊക്കെ വാങ്ങാറ്. അങ്ങനെ സാധനമൊക്കെ വാങ്ങി ഞാൻ തിരിച്ച് റൂമിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഫേസ് നല്ല ക്ഷീണിച്ച പോലെ ഉണ്ടല്ലേ. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാനത് കാണുന്നത്. അങ്ങനെ സാധനമൊക്കെ വാങ്ങി റൂമിലെത്തിയപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. കറി വെക്കാൻ മെയിനായിട്ടുള്ള സാധനം വാങ്ങാൻ മറന്നുപോയി. പിന്നെ വീണ്ടും താഴെ വരെ പോകാൻ മടിയായതുകൊണ്ട് ഞാൻ സെപ്റ്റോയിൽ ഓർഡർ ചെയ്തു. ഓർഡർ ചെയ്തപ്പോഴാണെങ്കിലോ കുറച്ച് കൂടുതലായിപ്പോയി. ഈ വഴുതിനൊക്കെ ഇനി ഞാൻ എന്ത് കാണിച്ച് തീർക്കുമാവോ. അപ്പോൾ പിന്നെ വഴുതിനങ്ങ മാത്രം എങ്ങനെ ഓർഡർ ചെയ്യും. അതിൻ്റെ കൂടെ ഞാനൊരു ഐസ്ക്രീമും ഓർഡർ ചെയ്തു. ബ്ലാക്ക് കറൻറ്റിൻ്റെ കോൺ ഐസ്ക്രീം ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ട്രൈ ചെയ്യുന്നത്. പക്ഷെ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. എനിക്ക് ഈ ബ്ലാക്ക് കറൻറ്റ്, അതുപോലെ ബ്ലൂബെറി, അങ്ങനെ കുറച്ച് പുളിപ്പുള്ള അങ്ങനത്തെ ഒരു ടേസ്റ്റ്, ഒരു ഫ്ലേവർ വരുന്നതുണ്ടാവില്ലേ, അങ്ങനത്തതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ആസ്വദിച്ച് ഈ ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വേണം കുക്കിങ്ങിലേക്ക് ഇറങ്ങാൻ. അങ്ങനെ കുക്കിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞു. സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടായിരുന്നു, കോഴിമുട്ട ഉണ്ടായിരുന്നു, പിന്നെ വഴുതിനങ്ങ ഫ്രൈ ചെയ്തായിരുന്നു. അങ്ങനെ വിഭവസമൃദ്ധമായ എൻ്റെ ലഞ്ച് റെഡി. പിന്നെ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പൊക്കി പറയല്ല, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുക്കിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞു. കിച്ചണൊക്കെ ക്ലീൻ ചെയ്തു, പാത്രമൊക്കെ കഴുകി പുറത്ത് ഉണക്കാൻ വെച്ചു. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറേ നേരം ഫോണിൽ നോക്കിയിരുന്നു. അത് കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് ഉറങ്ങി എഴുന്നേറ്റു. പിന്നെ ഒരു ചായയൊക്കെ കുടിച്ച് നൈറ്റ് നടക്കാൻ ഇറങ്ങിയതാണ്. ഇപ്പം ഇവിടെ ഈ വിനായക ചതുർത്ഥി ആയതുകൊണ്ട് റോഡിലൊക്കെ നിറയെ ഇതുപോലെ അമ്പലമൊക്കെ പോലെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് പൂജയും എന്തൊക്കെയോ ആഘോഷങ്ങളൊക്കെയാണ്. ഇവിടുത്തെ വിനായക ചതുർത്ഥി എന്നൊക്കെ പറഞ്ഞാൽ ഒരു 1 month മൊത്തം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ്. എല്ലാ ദിവസവും ഓരോ ഏരിയയിൽ ഇങ്ങനെ അമ്പലം പോലെയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഗണപതിൻ്റെ വിഗ്രഹമൊക്കെ വെച്ചിട്ട് പൂജ ഉണ്ടാവും. കുറേ ആൾക്കാർ കൂടി ഡാൻസും പാട്ടും ഭയങ്കര ആഘോഷമായിരിക്കും. പിന്നെ ഇവിടുത്തെ എല്ലാ പരിപാടിയും റോഡിലാണല്ലോ ഉണ്ടാവുക. ഈ നമ്മുടെ നാട്ടുപോലെ ഇങ്ങനെ ഒഴിഞ്ഞ സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാ പരിപാടിയും റോഡിൽ തന്നെയാണ് ഉണ്ടാവുക. ഇവിടെ പിന്നെ എല്ലായിടത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ക്രോസ് ആയതുകൊണ്ട് ഒരു ഭാഗത്ത് റോഡ് അടച്ചാലും മറ്റേ ഭാഗത്തേക്ക് അങ്ങനെ എഫക്റ്റ് ചെയ്യില്ല. നമ്മളെപ്പോലെ ഇങ്ങനെ കുറേ കറങ്ങി തിരിഞ്ഞ് പോകേണ്ട ആവശ്യമൊന്നുമില്ല. തൊട്ടപ്പുറത്ത് തന്നെ അടുത്ത റോഡ് ഉണ്ടാവും. അങ്ങനെ വിജനമായ ബാംഗ്ലൂർ വഴിയിലൂടെ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ രാത്രി നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂരിൽ ഞാൻ മിസ് ചെയ്യാൻ പോകുന്ന നൈറ്റ് ലൈഫിലെ മെയിൻ ഇതായിരിക്കും, ഈ ഒറ്റയ്ക്കുള്ള നടത്തം തന്നെ. അങ്ങനെ കുറേ നേരം അതിലും ഇതിലൊക്കെ ഇങ്ങനെ കറങ്ങി തേണ്ടി തിരിഞ്ഞ് നടന്ന് ഇപ്പം റൂമിലെത്തി. ഇനി ഇങ്ങനെ ഈ തണുത്ത കാറ്റും കൊണ്ട് ടെറസിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം നടക്കും. അതും ഒരു ഹെഡ്സെറ്റൊക്കെ വെച്ച് ഇങ്ങനെ നടക്കുമ്പോഴുള്ളൊരു ഫീൽ ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. പിന്നെ ഇവിടെ ഈ വിനായക ചതുർത്ഥിൻ്റെ സെലിബ്രേഷൻ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ പടക്കം പൊട്ടും. അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ കുറേ നേരം നിൽക്കും. അപ്പം ഇനി ഞാൻ കിടക്കാൻ പോവാണ്. ഗുഡ് നൈറ്റ്.